ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 21-ാം വാക്യം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു ദിവസം കൂടെ അടിയങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിലായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ, അവിടുത്തെ വഴിയിൽ മാത്രം നടക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളുടെ കൂടെ ഇരിക്കണമേ. അടിയൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അടിയനെ കേൾക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും നന്മയ്ക്കുമായി മാത്രം ഭവിക്കണമേ. അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു വാർത്ത കേട്ടു. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ അതിൻ്റെ സ്വന്തം അപ്പനും അമ്മയും ചേർന്ന് കൊലപ്പെടുത്തി. ഈ അപ്പനും അമ്മയും വളരെ ദൈവഭക്തിയിൽ ജീവിച്ച മനുഷ്യരാണ്. നല്ല ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ ഭവനത്തിലുള്ള എല്ലാ വ്യക്തികളും ദൈവവിശ്വാസികളായിരുന്നു, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരായിരുന്നു. ഈ പെൺകുട്ടി ഒരു കന്യാസ്ത്രീയാകാൻ വേണ്ടി മഠത്തിൽ ചേരുന്നു. എന്തുകൊണ്ടോ ആ കുട്ടിക്ക് മഠത്തിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിൽ വരുന്നു. വന്നതിന് ശേഷം ഉള്ള അതിൻ്റെ ബിഹേവിയർ വീട്ടിലുള്ള അപ്പനും അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഇത് കുറേ നാൾ സഹിച്ച് അവർ അറ്റ് ലാസ്റ്റ് അവരുടെ പേഷ്യൻസ് അവർക്ക് നഷ്ടപ്പെട്ടു. പേഷ്യൻസ് നഷ്ടപ്പെടുകയും ഈ അപ്പൻ സമൂഹത്തിൽ വളരെ നല്ല വ്യക്തി എന്നറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആർക്കും ഒരു ദോഷവും ചെയ്യാത്ത ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തെ വിളിക്കുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം ഏറ്റവും വലിയ പാപത്തിൽ ചെന്നുപെട്ടു. ഇതാർക്ക് വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ സ്വയം വിചാരിക്കും നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമ്മൾ എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നു. റോമൻ കാത്തലിക്സ് ദിവസവും പള്ളിയിൽ പോകുന്നവരുണ്ട്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. മറ്റുള്ള സഭകൾ ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ചയാണ് പള്ളിയിൽ പോകുന്നത്. എല്ലാ ആഴ്ചയും പോകുന്നു, പ്രാർത്ഥനകൾക്ക് പോകുന്നു. എല്ലാം ഞാൻ കൃത്യമായി ചെയ്യുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ഈ പാപത്തിൻ്റെ കുഴിയിലേക്ക് വീഴുന്നു? ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, യേശുവേ, സാത്താൻ എൻ്റെ മേൽ പിടിമുറുക്കല്ലേ. സാത്താൻ ബാധ എനിക്ക് ഉണ്ടാകരുതേ. സാത്താൻ്റെ കയ്യിൽ എന്നെ അകപ്പെടുത്തരുതേ. ദേഷ്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എൻ്റെ ചുറ്റിനുമുള്ള മനുഷ്യരോട് എനിക്ക് ദേഷ്യപ്പെടാനുള്ള ടെൻഡൻസി ഉണ്ട്. ചില സമയത്ത് നമ്മൾ പോലും വിചാരിക്കാതെ പൊട്ടിത്തെറിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. നമ്മൾ പോലും നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ പീസ്ഫുള്ളായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കും. ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളറിയാതെ നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്ക്, നമ്മുടെ ബോഡി ഒന്നും നമ്മുടെ കൺട്രോളിലല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ ഒരു പാപത്തിൽ പെടുത്തരുതേ. ഏതെങ്കിലും നിങ്ങളുടെ ഒരു കുടുംബത്തിൽ ഒരംഗം, ആ അംഗത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുടുംബത്തിലുള്ള ആളാകാം, സമൂഹത്തിലുള്ള ആളാകാം, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാകാം. ഇവരുടെ പ്രവൃത്തി നിങ്ങൾക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇവരുടെ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു. അവരുമായി നിങ്ങൾ ഒരല്പം അകലം പാലിക്കുന്നത് വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണ് ഈ അകലം പാലിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ അകലം പാലിക്കേണ്ടത്. ചില കാര്യങ്ങൾ നമ്മളുടെ കയ്യിലല്ല. സുവിശേഷം പറയുന്ന ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. നിങ്ങളുടെ സുവിശേഷം ഒരാൾ കേൾക്കുന്നില്ലെങ്കിൽ, യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കണം. നിങ്ങൾ ചെന്ന് ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ തിരികെ പോകുമ്പോൾ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് വേണം പോകാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലായിരിക്കാം, നിങ്ങളുടെ സമൂഹത്തിലായിരിക്കും, നിങ്ങൾക്ക് യു ക്യാൻ അഡ്വൈസ്, നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല. ചിലരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം. നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങൾ കാരണമാണ് നിങ്ങളുടെ മകൾ ഇങ്ങനായത്, നിങ്ങളുടെ മകൻ ഇങ്ങനെയായത്.
കുറ്റപ്പെടുത്തുന്ന ആളുകളെ അവോയ്ഡ് ചെയ്യുക. കുറ്റപ്പെടുത്തുന്ന ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നു. ചില മനുഷ്യർക്ക് കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ വിഷമം വരില്ല. നിങ്ങൾ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ വിഷമം വരാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള കരുത്തുണ്ട് എന്നാണ് അർത്ഥം. ചിലർക്ക് ഈ കുറ്റപ്പെടുത്തലുകൾ അത് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, അത് അവരെ പാപത്തിലേക്ക് നയിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ കുറ്റപ്പെടുത്തുന്ന മനുഷ്യരുമായി അകലം പാലിക്കുക, ദൈവത്തെ ശക്തമായി വിളിക്കുക. യേശുവേ, ഇത് എൻ്റെ കുഞ്ഞ് ഇങ്ങനെ പോകുന്നു, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദ്രോഹിക്കാതെ നിങ്ങൾ ഒരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുക. ഞാൻ തിരികെ അവിടുത്തെ അരികിൽ എൻ്റെ മരണസമയത്താണ് ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പം ചേരുന്നത്. ആ സമയം വരെ ഞാൻ ഒരു പാപത്തിലും പെടില്ല. ഞാൻ വാക്ക് തരുന്ന യേശുവേ, ഞാൻ ഒരു പാപത്തിലും പെടില്ല എന്ന് ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുക. ഇന്നത്തെ ദിവസം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണേ, ഇത്തരം പാപത്തിൽ പെടുത്താതെ. എൻ്റെ കൂടെയുള്ള ഒരു മനുഷ്യനെയും ദ്രോഹിക്കാൻ ഇടവരുത്തരുതേ. അത്തരം സാഹചര്യങ്ങളിൽ എന്നെ പെടുത്തരുതേ. എന്നെ മറ്റുള്ള ചുറ്റിനുള്ള മനുഷ്യരെ ചില മനുഷ്യർ നമ്മൾ ഒരു ദ്രോഹവും ചെയ്യാതെ ഒരു മൂലക്കിരുന്നാലും നമ്മളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറിപ്പോവുക. എങ്ങനെ രക്ഷപ്പെടാം എന്ന് ദൈവവുമായി ആലോചിക്കുക. ദൈവം തമ്പുരാനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. അത്തരത്തിൽ നന്മയിൽ മാത്രം ജീവിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ഒരു പാപത്തിലും അടിയങ്ങളെ പെടുത്തരുത് യേശുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം. അടിയങ്ങളെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം അവിടുന്ന് അറിയുന്നുവല്ലോ. അടിയങ്ങളെ ഒരു പാപത്തിലും പെടുത്തരുത് യേശുവേ. അടിയങ്ങളുടെ മരണം വരെ അടിയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ. അടിയങ്ങളെ ഒരു പാപത്തിലും പെടുത്താതെ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കാൻ സഹായിക്കണമേ. ഒരു പാപവും ചെയ്യാതെ അടിയങ്ങളെ സൂക്ഷിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു, ഉത്തരമരുളണമേ. ആമേൻ.